രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കാസർഗോട്ടെത്തിയ അസറുദ്ദീന് ആവേശ സ്വീകരണം നൽകിയത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളൊരു സീസണായിരുന്നു. നമുക്ക് വൈറ്റ് ബോളിൽ മുസ്താഖ് അലി ആണെങ്കിലും വിജയ സാർ ആണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായും രഞ്ജി ട്രോഫിയിൽ നമ്മുടെ എക്സിക്യൂഷനെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഫൈനൽ കപ്പടിച്ചിട്ടില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ 10 മാച്ച് നമ്മൾ തോക്കാണ്ട് ഒരു ടൂർണമെൻറ്റ് കളിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് ടീമിലെ 2 ടീമാവാൻ പറ്റിയതിലും ഫൈനലിൽ തോക്കാൻ പറ്റാത്തതും തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ കാലക്രമേണ കേരള ക്രിക്കറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് കൂടി വരികയാണ്. അപ്പം അതിലെനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് KCൻ്റെ എഫേർട്ട് തന്നെയാണ്. ഇപ്പോൾ ക്യാഷ് കേരള പോലെയുള്ള ഒരുപാട് അക്കാഡമീസ് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം ക്യാമ്പ്സ് കാര്യങ്ങൾ, പുതിയ കോച്ചസ്, പുതിയ മെത്തേഡായിട്ടാണ് കേരള ക്രിക്കറ്റ് മുമ്പിലോട്ട് പോകുന്നുള്ളത്. അതിലുപരി പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പിൻ പോയിൻ്റ് ചെയ്ത് പറയല്ല. പക്ഷേ ഇപ്പം കളിക്കുന്ന പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യ കളിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയും അതിനനുസരിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഡൊമസ്റ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്ലേയേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നതിലുപരി ടീമിൻ്റെ അച്ചീവ്മെൻറ്റാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ സെമി ഫൈനലും കളിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് മേലോട്ടുള്ളൂ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനെ എങ്ങനെ ഫൈനലിലേക്ക് എത്തിക്കയില്ലെങ്കിൽ കപ്പടിക്കാന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഡൊമസ്റ്റിക്കിലെ പ്ലേയേഴ്സ് എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത്. ഫോം നിലനിർത്തുന്നതിലുപരി അതൊരു നല്ലൊരു എക്സ്പോഷറാണ്. ഇപ്പം നമ്മൾ ഈ വർഷം മുസ്താഖ് അലി കളിക്കാൻ പോയപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ടെലികാസ്റ്റ് മാച്ച് ഈ സീസണിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ 10 മാച്ച് സ്റ്റാർ സ്പോർട്സിൽ KCL കളിച്ച പരിചയത്തിൻ്റെ മുകളിൽ മുസ്താഖ് അലി കളിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ടെലികാസ്റ്റ് മാച്ച് എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് പോകുന്ന സമയത്താണ് നമുക്കൊരു ടെലികാസ്റ്റ് മാച്ച് കിട്ടുക. അപ്പോൾ തീർച്ചയായും നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കും, ടെലികാസ്റ്റ് മാച്ചാണ്, ക്യാമറാസിൻ്റെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. അപ്പം അവെയറായി കോൺഷ്യസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ KCL പോലുള്ള ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും ആ ടെലികാസ്റ്റ് മാച്ച് എന്നുള്ള ആ ഒരു ഫിയർ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയൊരു ടൂർണമെൻറ്റ് തന്നെയാണ്. അത് നല്ലൊരു എക്സ്പോഷർ തന്നെയായിരുന്നു. ഈ രഞ്ജിയിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ഏതാ? സെമി ഇന്നിങ്സ് ആയിരുന്നു അങ്ങനെ ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റംപിങ് ആയിരിക്കും. അത് ആ സമയവും എല്ലാം കൊണ്ട് ക്രൂഷ്യലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് സച്ചിൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഒരു ക്യാച്ച് പോവുകയും ചെയ്ത്. അപ്പോൾ ആ സ്റ്റംപിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നു. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കപ്പെടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കോഴിക്കോട്. അവിടെ വന്ന സമയത്ത് 1-2 മീഡിയ ബൈറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ദുബായിലത്തെ വെന്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് അനുകൂലമുള്ള വെന്യൂ ആണ്. കാരണം വിക്കറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പം ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിൽ കുറച്ച് ബൗൺസും കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള വിക്കറ്റിൽ കളിച്ച് ശീലമുള്ള ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ പിച്ചുമായിട്ട് ഒരുപാട് സാമ്യമുള്ള വിക്കറ്റാണ് ദുബായ് വിക്കറ്റ്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിരിക്കും റിസൾട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഭാഗ്യം പോലെ തന്നെ അത് നമ്മുടെ ഫേവറിൽ വന്നെന്നുള്ളതാണ്.